ഹായ് കൂട്ടുകാരെ, മുഖത്തിന്റെ ഭംഗിയും തിളക്കവും കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര ക്യാഷ് ചെലവാക്കാനും മടിക്കാത്ത ഒത്തിരി ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ടല്ലേ. അപ്പോൾ 1 രൂപ ചെലവില്ലാണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പോലും 1 രൂപ ചെലവാക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു മാസ്ക് വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടെ മുഖത്തിന്റെ ചെറുപ്പം നിലനിർത്തിയാലോ. മുഖത്തുണ്ടാകുന്ന ചുളിവുകള്, ടാൻ, ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായോ നമുക്ക് വീഡിയോ. ഇത് എന്താണ്, ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്, ഇത് ഏത് മാസ്ക് ആണെന്നും ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ എന്റെ മുത്തുമണികളോട് പറയാം. ആദ്യം തന്നെ ഇത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന, അതായത് 10, 60, 70 വയസ്സുള്ളവർക്ക് വരെ ഒരു പേടിയും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ്. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾ പറയാം, അയ്യേ ഇതാണോ നീ ഇത്ര നേരം പറഞ്ഞത്, ഇത് ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ഇത് ഞാൻ കുറെ യൂസ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ ശരിയായ രീതിയിൽ ഏത് സംഭവവും നമ്മൾ ശരിയായ രീതിയിൽ, അതിപ്പോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും അത് ശരിയായ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ 1 ദിവസമോ 2 ദിവസമോ യൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അതിന് ഒരു ഗുണവും കിട്ടൂല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നേരെ മറിച്ച് നമ്മളെ വീട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മളെ പരിസരത്തുണ്ടാകുന്ന പല സാധനങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മളെ സൗന്ദര്യം സംരക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ സൗന്ദര്യം ഇരട്ടിയായി വർദ്ധിക്കുന്നതല്ലാണ്ട് ഒരു ഡാമേജും നമ്മുടെ മുഖത്തിന് വരില്ല. പാർലറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു മുന്നേ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തന്നെ നമ്മൾ മുഖത്ത് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും കെമിക്കൽസ് ആണ്. അത് നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പലതും ചെയ്യുന്നത്, ഞാൻ അടക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം പോലുള്ള അവസരങ്ങളിൽ എന്തായാലും പോയി ചെയ്യും, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തിന് ഒരു കേടുപാട് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ഈ ഒരു മാസ്ക് നമ്മളെ ഫേസിൽ എന്തൊക്കെ ചേഞ്ചസ്, മാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന വെയിലിന് പോകുന്നവരായിരിക്കും അധികവും. പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും വീട്ടമ്മമാരും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് പുറത്തു പോകുന്നവരാണ്, വെയിൽ കൊള്ളുന്നവരാണ്. വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന ആ ടാൻ കൊണ്ട് പലപ്പോഴും നമുക്ക് ഡെയിലി ഇങ്ങനെ വെയിൽ കൊണ്ട് വരുമ്പോൾ അത് കൂടുതലായി വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി വിഷമിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിനും പിന്നെ നമ്മളെ വെയിൽ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഇൻഫ്ലമേഷൻ വരും, നീർക്കെട്ട്. ആ നീർക്കെട്ട് കളയാനും പിന്നെ നമ്മുടെ മുഖത്തിന്റെ കൊളാജിൻ നഷ്ടപ്പെടും. ഓരോ വയസ്സ് കൂടുന്തോറും നമ്മുടെ മുഖത്തിന്റെ കൊളാജിനും ഇലാസ്തികതയും ഒക്കെ നഷ്ടപ്പെട്ടു വരും. അപ്പൊ അതിനെ നിലനിർത്താൻ വേണ്ടിയും കൊളാജിൻ കൂട്ടാൻ വേണ്ടിയും നമുക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഞാൻ പറയുന്ന ഈ ഒരു സാധനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നിങ്ങളോട് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുച്ഛം എന്തായാലും വരും. അതെനിക്കറിയാം, ഈ ഒരു സാധനമാണോ ഇവിടെ പറഞ്ഞെന്നുള്ള പുച്ഛം എന്തായാലും വരും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരുപാട് ഡോക്ടർമാരുടെ വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് ഞാനും കൂടി ട്രൈ ചെയ്ത് എനിക്ക് ചെറിയൊരു ചേഞ്ച് വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ ഓരോരോ വീഡിയോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് വീഡിയോയിൽ വന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾക്കത് ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് എനിക്ക് തന്നെയാണ് പ്രശ്നം അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി നല്ലത് വന്ന് പറയുമ്പോൾ അതിന്റെ ഗുണവും എനിക്ക് തന്നെയല്ലേ. അതുകൊണ്ട് എന്റെ മുത്തുമണികളോട് ഒരിക്കലും ഞാൻ വെറുതെ ഒരു കാര്യവും പറയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ ഒരു സാധനം നമ്മൾ എന്താണെന്ന് ഇനി നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും ഇതെന്താണെന്നും ഞാൻ പറയാം. നമ്മളെ പലപ്പോഴും എല്ലാവരുടെ അടുക്കളയിൽ, പലപ്പോഴും നല്ല ഡെയിലി എല്ലാവരുടെയും, കേരളത്തില് പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണ് നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെ. കഞ്ഞിവെള്ളം അപ്പൊ എല്ലാരും പറയും ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്തു, കഞ്ഞിവെള്ളം ഒരു ഗുണമില്ല, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിനെ പറ്റി നമുക്കറിയാം എന്നൊക്കെ പറയുന്നവരോടൊരു കാര്യം, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മുഴുവനായി കേട്ടിട്ട് കണ്ടിട്ട് അതെന്താണ് എങ്ങനെയാണെന്ന് ചെയ്ത ശേഷം മാത്രം ദയവേദിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാസ്കിന് ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തിട്ട്
ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുക. 2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിന്റെ അടിയിലായിട്ട് ഇതിന്റെ സ്റ്റാർച്ച് ഇറങ്ങിക്കിടക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വെള്ള കളറിൽ കട്ടിയായിട്ടൊരു സാധനം കാണാം അല്ലെ? അതാണ് ശരിക്ക് കഞ്ഞിവെള്ളത്തിന്റെ സ്റ്റാർച്ച്. അതാണ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ വെറുതെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളെ മുഖത്ത് ചെയ്തതിനെ കൊണ്ട് വലിയ ഗുണങ്ങളില്ല എന്നല്ല. കഞ്ഞിവെള്ളത്തിന് എങ്ങനെ നോക്കിയാലും ഗുണങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ശരിയായ രീതിയിൽ, നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ ഇലാസ്തികത കൂടാനും നമ്മുടെ സ്കിന്നിന് ഈ തൂങ്ങുന്നതൊക്കെ കുറയാനും ചുളിവ് വരകളൊക്കെ ഇല്ലാതാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിന്റെ സ്റ്റാർച്ച് തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാർച്ച് നമ്മളെ മുഖത്ത്, ഈ സ്റ്റാർച്ച് എടുത്തതിന് ശേഷം മറ്റേ കഞ്ഞിവെള്ളം നമ്മളെടുത്ത് ആ കഞ്ഞിവെള്ളത്തിന്റെ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്ന ആ വെള്ളമൊക്കെ കളയുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റാർച്ച് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വൈകിട്ട് വെറുതെ ഇരുന്ന് TV കാണുന്ന സമയം ഉണ്ടാവും അല്ലെ? ഏത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും വൈകുന്നേരം കുറച്ച് സമയം എന്തായാലും വെറുതെ ഒരു 5 മിനിറ്റ് ഇരിക്കാത്ത വീട്ടമ്മമാരുണ്ടാവില്ലല്ലോ. അപ്പൊ അവരായാലും ഈ സമയത്ത് ഇതെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇത് മുഖത്ത് ഇട്ട് വെക്കാവുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ആദ്യം ഒന്ന് അവർ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ സൈഡിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇറിറ്റേഷൻസ്, പിന്നെ ഇച്ചിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ അങ്ങനെ വരൂല, പക്ഷെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല എന്നല്ല, യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഞാൻ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങളെ റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇനി ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഓയിലി സ്കിന്നിന് കുറച്ച് പപ്പായയുടെ പൾപ്പും അതിൽ ഈ കഞ്ഞിവെള്ളത്തിന്റെ ഈ ഒരു സ്റ്റാർച്ചും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാസ്കായി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഡെയിലി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റൂല എന്നുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 കുറഞ്ഞതൊരു 4 തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. എന്തായാലും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു മാജിക്കൽ എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കഞ്ഞിവെള്ളത്തിനെ കുറിച്ചിട്ട് ഒരു കാര്യം, ഇന്നത്തെ തലമുറക്ക് വലിയൊരു പിടുത്തമൊന്നും ഉണ്ടാവില്ല കഞ്ഞിവെള്ളത്തിനെ പറ്റി. പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, കഞ്ഞിവെള്ളം ഈ തുണിയെല്ലാം ഇങ്ങനെ ചുക്കി ഒന്നിനും കൊള്ളാത്ത പഴയ തുണികളെല്ലാം ഉണ്ടാവും. എന്താണ് നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി, ഇപ്പൊ നമ്മളെ സ്കിന്ന് വയസ്സാകുമ്പോൾ ചുക്കി ചുളിഞ്ഞിങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കൂലേ, അതേപോലെ നിൽക്കുന്ന തുണികള്, പണ്ട് ഒന്നിനും കൊള്ളാത്ത തുണികള് പണ്ടത്തെ അമ്മൂമ്മമാര് ഈ കഞ്ഞിവെള്ളം മുക്കിയിട്ട് ആറിയിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ തുണി നല്ല കൊള്ളി പോലെ ഉണ്ടാവും, മരം പോലെ ഉണ്ടാവും ആ തുണി. അപ്പോ അന്ന് നമുക്കൊന്നും ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് കഞ്ഞിവെള്ളം ഇത്രയും ഗുണങ്ങളുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനമില്ലേ, ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന ഈ ഒരു സാധനം നിങ്ങൾ ഒരിക്കലും വെറുതെ കളയാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി പാൽപ്പാടയിൽ മിക്സ് ചെയ്തിട്ടും കഞ്ഞിവെള്ളം മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇങ്ങനെ പിന്നെ ഓട്സില് ഇങ്ങനെ പല ഇതിലും ഈ സ്റ്റാർച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അല്ലാണ്ട് ആ തെളിഞ്ഞ വെള്ളം ഒരിക്കലും ചേർക്കാൻ പാടില്ല. തെളിഞ്ഞ വെള്ളത്തിൽ ഗുണം ഇല്ല എന്നല്ല, ഗുണം കുറച്ചുണ്ടാവും. പക്ഷെ സ്റ്റാർച്ചിലാണ് നമ്മുടെ മുഖത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ മുത്തുമണികൾ എന്റെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത്, വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.